അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നനച്ചുളി കഴിഞ്ഞോ? അതോ തുടങ്ങിയിട്ടില്ലേ? എല്ലാവരും ബറാത്ത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ നിൽക്കണോലൊക്കെ ഉണ്ട്. നമ്മളേതായാലും പെയിൻറ്റ് അടിച്ചുകൊണ്ടാണ് കേട്ടോ ബറാത്തിൻ്റെ മുന്നേ തുടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ബറാത്ത് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് നമ്മളെ ഹാളും പിന്നെ സിറ്റ് ഔട്ടും അടിച്ചണം എന്ന് പറഞ്ഞു. ഇനി പെയിൻറ്റ് അപ്പോൾ അടിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി അതിൻ്റെ മുന്നേ എന്താപ്പോൾ കാട്ടുക എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുക ഞാൻ. ഏതായാലും ഒന്ന് നമ്മൾ ചപ്പാത്തി പരത്തണം കേട്ടോ. ചപ്പാത്തി പരത്തിയപ്പോൾ നിങ്ങളോട് നോക്കുകയാണ് നിങ്ങൾ. നമ്മളെ ചപ്പാത്തി ഉണ്ടല്ലോ ഒരു ആദ്യമേ ഒട്ടിപ്പിടിച്ചിട്ടോ, എന്നിട്ട് പിന്നെ ആ കല്ലുമ്മൽ ഒട്ടിപ്പിടിച്ച്. ഇനിയിപ്പോൾ അതൊരു വസ്തുവിനും പറ്റൂല. അപ്പോൾ എന്തല്ലോ ഇനിയിപ്പോൾ തെത്താ കാട്ട് എഴുതി നോക്കിയെന്ന് പിന്നെ ചുരുട്ടി കൂട്ടിക്കാണ്ട് ആഴ്ചകം തന്നെ നമുക്കൊന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പം വല്ലാത്തൊരു പിരാന്താണ്. പിന്നെ അതിങ്ങോട്ട് പരത്തി ഉണ്ടാക്കണം, രണ്ടാം പണിയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? എല്ലാവരും നോമ്പ് പണി തുടങ്ങി വന്നില്ലേ? പിന്നെ ഞാൻ അപ്പോൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഹാളും സിറ്റ് ഔട്ടും പെയിൻറ്റ് അടിച്ചണമെന്ന് പറഞ്ഞിനി. അത് പെയിൻറ്റ് അടിച്ചിട്ടില്ല കേട്ടോ. അടിച്ചുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. പിന്നെ പെയിൻറ്റ് അടിച്ചത് എന്താ കാട്ടാത്തത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് അടിച്ചത് നമ്മളെ കുട്ടികൾ തന്നെയാണേ. അപ്പോൾ ഒരിക്കൽ ചിലപ്പോൾ വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചാത്താണ് കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഓലിക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഓലിക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ ഓലെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പെയിൻ്റ് അടിച്ചിട്ട് കാട്ടാത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ കാട്ടുക, ഇതിങ്ങനെ നല്ലൊരു മനസ്സിക്കൊരു ഈസലായി കുത്തിരിക്കുകയാണ്. അതെന്താ വെച്ചാൽ പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ ജനവാതിലും കട്ടിലും മോറിയാൽ മതിയോ, അതോ നമ്മളെ പെയിൻ്റ് അടിച്ചതിൻ്റെ മുന്നേ നമുക്ക് പിന്നെ വാതിലും കട്ടിലൊക്കെ മോറിയാൽ മതിയോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഇങ്ങനെ വിചാരിച്ചു, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാണ്ട് മോറുമ്പം ആ ചളിയൊക്കെ പെയിൻറ്റുമ്മ കൂടെ ഒലിച്ചൂലേ. അപ്പോൾ പിന്നെ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ടുക, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നമ്മൾ പെയിൻ്റ് അടിച്ചതിൻ്റെ മുന്നേ എടുക്കേണ്ടത് അതോ പെയിൻ്റ് അടിച്ചിട്ടാണ് എടുക്കേണ്ടത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. നിങ്ങൾ പറയും പോലെ നമ്മൾ കാട്ടും. ഇന്നതാക്കണേ ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കിക്കണേ. പിന്നെ നമുക്ക് കുറച്ച് സൂതമീൻ നാൾ ഉണ്ടാക്കിനല്ലോ, നമ്മളെ ബറാത്തിൻ്റെ അന്നൊക്കെ മീൻ ബിരിയാണി വെച്ചില്ലേ, ആ മീനിൻ്റെ തല ഉണ്ടായിന്. അതിട്ടിക്കാണ്ട് നമ്മൾ ചപ്പാത്തിക്ക് ഒരു ചാറാണ് ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇതാക്കണ പരത്തണുണ്ട്. അങ്ങനെ ചപ്പാത്തി ചാറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നമ്മൾ ആ ചേമ്പുണ്ടല്ലോ, അപ്പോൾ ആ ചേമ്പൊക്കെ ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ഒന്നുണ്ടേനെ, അതൊക്കെ ഒന്ന് പറിച്ച് നോക്കിയിട്ടോ. എൻ്റെ മക്കളെ അതിനൊന്നും വിത്തില്ല. ഒന്നിന് മാത്രം ഒരു 3-4 വിത്ത് മാത്രം കിട്ടി, ബാക്കിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയേടായി മനസ്സിക്ക്. അപ്പോൾ ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ എന്താട്ടിന്ന് അറിയാം, ഇനിയിപ്പോൾ ആ തള്ള ഉണ്ടല്ലോ അത് ഇനി ഒന്ന് കുഴിച്ചിട്ട് നോക്കാം. ഇനി നമുക്ക് അടുത്തല്ലോ അപ്പോൾ അത് ഇതാക്കാൻ പറ്റുള്ളൂ, ഉണ്ടായിട്ട് നമുക്ക് ചേമ്പ് കളച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും കുറച്ച് വലിയൊരു കുജ്ജൊക്കെ കുത്തിക്കണം കേട്ടോ. എന്നിട്ട് അതിൽ പിന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചേമ്പ് ഇപ്പോൾ ഒരു കൊല്ലമൊന്നും ആകണ്ട തോന്നുന്നുണ്ട് അല്ലേ കുഴിച്ചിട്ടാൽ. ഇച്ച് പറയാൻ കൂടിയാടില്ല. ഇനിയിപ്പോൾ ആകണമെന്നോ ആകണ്ടല്ലേ, എങ്ങനെയായാലും തണ്ട് പോയാലാണ് കളക്കാന്നിപ്പോൾ നമുക്കറിയാം. ഇനിയിപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കാണ്ട് കളച്ച് നോക്കാം. ഏതായാലും കളക്കണമൊക്കെ പിന്നെയല്ലേ, ആദ്യം നമുക്ക് ഉണ്ടാവും നോക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഏതായാലും ബാക്കിയുള്ളതും ഒക്കെ ഇതാക്കണേ. അവിടെയും ഇവിടെയൊക്കെ ഞാൻ കുഴിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയണേ, ഈ കറുത്തന്മാരുണ്ടാവട്ടെ അവിടെ കുജിത്താൻ പോയിക്കണില്ല. അതിൻ്റെ വേരുണ്ടല്ലോ അങ്ങേ പുറത്ത് കൂടി ഇമ്മയൊക്കെ പുറത്ത് കൂടി ഒക്കെ പോയിക്കണം, കൊത്തുന്നോടത്ത് കൂടി ഒക്കെ ഈ കറുത്തൻ്റെ വേരാ. അപ്പം ഇനി വേരില്ലാത്തടത്തൊക്കെ നോക്കിക്കാണ്ട് ഒന്ന് കുജുത്തിക്കാണ്ട് അവിടെ കുഴിച്ചിട്ടിക്കണം കേട്ടോ. അതാണെങ്കിൽ കളയാനും തോന്നണില്ല, ഉണ്ടായി കിട്ടിയാലൊരു കാര്യമാണല്ലോ. പിന്നെ ഞാൻ എന്താട്ടിന്നറിയാം, അപ്പം പെയിൻ്റൊക്കെ ഈ ഹാളിൽ തന്നെ ഇങ്ങനെ വെച്ചിക്കുകയാണേ. അപ്പം ഇനി ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് ഒരു മൂലക്കൊക്കെ എടുത്തൊക്കെ കേട്ടോ. ഈ ഇമ്മരത്ത് തന്നെ വെക്കണ്ട, ഇമ്മരത്ത് പറഞ്ഞാൽ ഈ കയറി വരുന്നോടത്ത് തന്നെ വെക്കണ്ട എന്നാണ് കേട്ടോ. അതിനാണ് ഞാൻ ഇമ്മരെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത് അവിടെ നിന്നാണ്ട് എടുത്തിട്ടേ നമുക്ക് ആ കോണിക്കൂടിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടേക്കാം. പെയിൻ്റ് അടിച്ചുമ്പോൾ ഇനി എടുക്കാമല്ലോ. അപ്പോൾ ഇതാക്കണേ ബക്കറ്റൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ആ ലൈക്ക് ബട്ടൺ മറക്കരുത് കേട്ടോ. അതേ പറഞ്ഞ മാതിരി കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മക്കളെ ഈ പെയിൻറ്റ് നമ്മൾ വിചാരിച്ച മാതിരിയല്ല കേട്ടോ,
പൊന്തണില്ല. ഭയങ്കര കനണ്ടായിനി കേട്ടോ. അപ്പം അങ്ങനെ 2 ബക്കറ്റും നമ്മൾ പൊന്തിച്ചിക്കണ്ട് അങ്ങനെ കൊണ്ടുവച്ചിക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ നമ്മളാണ് കൊണ്ടുവച്ചിക്കണേ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ. അങ്ങനെ പെയിൻറ്റൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ അതിൻ്റെ പുറത്തു കൂടിയൊക്കെ കുറച്ച് അന്ന് നമ്മൾ അടുക്കളയിൽ പെയിൻ്റ് അടിച്ചില്ലേ അതിൻ്റെ കുറച്ച് ഇതൊക്കെ അതിമക്ക് കൂടെ വീണിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പുറം ഭാഗം ഒന്ന് മാത്രം ഇപ്പോൾ ഒന്ന് കേകല്ല തുടച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കിണാപ്പുകളൊക്കെ എടുത്തുകൊണ്ട് മോറണം. അത് ഇപ്പം എടുക്കണില്ല കേട്ടോ. അപ്പം ഇപ്പം ഞാനിപ്പോൾ എടുത്ത് മോറിയതാണ്. അപ്പം നന്നായിട്ടൊന്ന് വല്ലാതെ ഒന്നും കേട്ട് ഈങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് മോറി എടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ലോണം ഒന്ന് ഈങ്ങട്ടെ, എന്നിട്ട് നമുക്ക് മോറട്ടോ. അപ്പോൾ ഞാൻ ആ പെയിൻറ്റ് വീണ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഉള്ളത്തത് നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടി കജ്ജട്ടെ, എന്നിട്ട് നമുക്ക് കേകി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചീച്ച അങ്ങനെ എടുക്കാം. നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയൊരു മടി ഉണ്ടാവും എടുക്കാൻ കേട്ടോ. പിന്നെ എങ്ങനെ വിചാരിച്ചു ഇതൊക്കെ എടുക്കണമല്ലോ. എന്നാലുണ്ടല്ലോ പണി ഉണ്ട് തുടങ്ങിയാലോ സൂപ്പർ ഫാസ്റ്റ് ബസ് പോലെയാണ്, നിർത്താനാണ് തോന്നില്ല. നമ്മളെ പിന്നെ ബസ് സ്റ്റോപ്പിൽ മാത്രമല്ലേ നിർത്തുള്ളൂ. എന്ന മാതിരി നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് നിർത്തുക, പിന്നെ തുടങ്ങാം. അങ്ങനെയാണ് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇല്ലെങ്കിലോ ഭയങ്കര മടിയായിക്കാരം. അപ്പം ഞാൻ എന്താണെന്നറിയോ നിലമൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പം നിലം തുടച്ചപ്പോൾ ഉണ്ടല്ലോ അവിടെ പെയിൻറ്റും പാത്രമൊക്കെ വെച്ചിനല്ലോ അവിടെയൊക്കെ നിറച്ച് പെയിൻറ്റ് ഉറ്റിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നമ്മളെ ആ ഒരുതന സാധനമല്ലേ അത് വെച്ചിട്ടൊന്ന് ഒരുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുതി കൊടുത്താൽ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ തുടച്ച് ആകുമ്പോൾ വെള്ളമായി കഴിഞ്ഞാൽ വേഗം പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ഗോതമ്പ് പൊടിച്ചതുണ്ടല്ലോ അത് ഈ പച്ച ബക്കറ്റ് നമ്മൾ മോറിക്കണം കേട്ടോ. ഇനി ആ ഗോതമ്പിൻ്റെ ബക്കറ്റ് നമുക്ക് മോറണ്ടേ. നനച്ചുളി എന്ന് പറഞ്ഞാൽ എല്ലാം നനക്കണം. നമ്മളെ പെരയിൽ എന്തെല്ലാം സാധനമാണ് അതൊക്കെ നനക്കണം, എന്നെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ ബക്കറ്റും കൂടി ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ ഇനി മോറാൻ കുറച്ചും കൂടിയൊക്കെ സാധനങ്ങളുള്ളൂ. അപ്പോൾ ഇന്നത്തോടു കൂടി മോറുന്നതൊക്കെ കഴിഞ്ഞിങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടുന്ന കുറച്ച് പാത്രങ്ങൾ മോറാണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ സെറ്റായി. പിന്നെ നമുക്ക് വാതിലും കട്ടിലും ഒക്കെ മോറാനുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ബക്കറ്റിലാക്കിയിട്ട് അത് ഞാനവിടെ വെച്ചിരിക്കണം കേട്ടോ മോറാൻ. പിന്നെ നമ്മളെ ഉള്ളിക്കൊട്ട ഉണ്ടല്ലോ മോറി വെച്ചിരിക്കഴിഞ്ഞ് അപ്പോൾ അതിക്ക് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളി കേങ്ങ് നമ്മളെ വെളുത്തുള്ളി ചീരുള്ളി ഒക്കെ അതിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കണ ഇതിങ്ങനെ കാണുന്നില്ലല്ലേ. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഓരോരോ പാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഓരോ പണി നമുക്ക് എളുപ്പം കഴിച്ചാൽ പിന്നെ നമുക്ക് കൈ നിൽക്കണ്ടല്ലോ. അപ്പം അങ്ങനെ വല്ലുള്ളി ഇട്ട് കേങ്ങ് ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, പിന്നെ ചീരുള്ളി ഇതാക്കണേ. അതിൽ കുറച്ച് തോലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മുറത്തിൽ വെച്ചിട്ട് ഒന്ന് ഞാൻ നല്ലോണം ഒന്ന് ചേറിയെടുക്കണുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചും എത്തിനാ ഈ ഔത്ത് വെച്ച് കാണ്ട് ചേർന്നത്. അപ്പം ഞാൻ ഇപ്പം ഈ കുത്തിർക്കണോടത്തുനിന്ന് ഇപ്പം നീച്ചാനാവില്ല ഇത് ഞാൻ അവിടെ തന്നെ കുത്തിർന്ന് കാണ്ടേ ചേറുകയാണ് കേട്ടോ. ഇനി ഇവിടെ അടിച്ചു വരി കണ്ട് തുടക്കണം. ആള് റൂമൊക്കെ അടിച്ചുവരി തുടച്ച് കാണ്ട് ഇങ്ങോട്ട് പോകുന്നതല്ലേ. അപ്പം ഇനി ഇവിടെ ഒന്ന് അടിച്ചുവരി തുടച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇതാക്കണേ. നമ്മളെ ചീരുള്ളി ഇട്ടു. ഇനി നമുക്ക് അതവിടെ കൊണ്ടുപോയിക്കട്ടോ. പെട്ടെന്ന് എടുത്തപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ കാലം വന്നാണ് പോകുന്നത്. പിന്നെ ഒന്നും കൂടെ ഉറപ്പിച്ച് കാണ്ട് നമ്മൾ അവിടെ കൊണ്ടുവച്ചിക്കണം കേട്ടോ. അത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കട്ടെ. ഇനി ഇതാക്കണേ ഈ കാണുന്ന കുറച്ച് സാധനങ്ങൾ കൂടെയൊക്കെ ഉണ്ട് മോറാൻ. നമ്മളെ ഗ്ലാസ് കൗത്തുന്നതുണ്ട്, പിന്നെ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന ഗ്രില്ലുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടെയൊക്കെ ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ചോറാണ് തീമിടാണ് കേട്ടോ. ചോറാണ് മോറുമ്പോൾ പിന്നെ ചോറ് കണ്ട് വെന്തോളും. മോറി കജ്ജുമ്പോഴത്തേന് ചോറും വെന്തോളും കേട്ടോ. എളുപ്പമല്ല. അല്ലെങ്കിൽ മോറി കജ്ജോളം ചോറക്കാതെ നിന്നാൽ പിന്നെ ചോറ് വേകണമെങ്കിൽ കുറേ നേരമാവും. അപ്പം അങ്ങനെ ഇതാക്കണേ, ചോറ് തീമിട്ടിക്കണം. പിന്നെ ഇതാ കുറേ സാധനങ്ങളുണ്ട്. നമ്മളെ പുട്ടും കുറ്റിയൊക്കെ ആക്കണ ഇവിടെ നിൽക്കണേ. പുട്ടൊക്കെ ചൂടലൊക്കെ ഇപ്പം നിൽക്കുമല്ലോ ഇപ്പം ഇനി അല്ലേ. നോലുമ്പോൾ ആയില്ലേ. ഇനിയിപ്പോൾ ഒരു മാസം കഞ്ചണം പുട്ടൊക്കെ ഒന്ന് കാണണമെങ്കിൽ. നോൽമ്പിൻ്റെ മുന്നേ ഇൻഷാ അല്ലാഹ്
ഒരിക്കലോ 2-3 വട്ടമൊക്കെ നമുക്ക് ഏതായാലും പുട്ട് ചുടണം. നോൻപിനിപ്പോൾ ഏതായാലും ഇപ്പം ഇനി പുട്ട് ചുടൽ നടക്കും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നോൻപ് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ നോൻപ് ആണീൻ്റെ മുന്നേ നമുക്ക് പുട്ട് ചുട്ടിക്കാണ്ടാണ് മുതലാക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാക്കണം നമ്മളെ ചോറ് റെഡി ആയിക്കണേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നതാക്കണ് നിലത്ത് കൂടിയൊക്കെ ഇതാക്കണം ഇഷ്ടം പോലെ സാധനങ്ങൾ അതും ഇതൊക്കെ വലിച്ചു വാരിയിട്ടിങ്ങനെ കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ഏതേതും പൊറുക്കി കളയാൻ അത് തോന്നൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടുന്നറിയാം, ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല സാധനമൊന്നും ആവില്ല ആ കുപ്പികളൊക്കെ. എന്നാലും അത് എടുത്ത് വെക്കാഞ്ഞാൽ പിന്നെ ഒരു പൊറുത്തിയേടാണ്. അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എഴുതിയിട്ടാണ്. ചിലപ്പോൾ ഉടുക്കിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുപോവുകയെ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുപ്പിയാണ്ടേ, അപ്പോൾ തിരയുമ്പോൾ കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ, അതൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിക്കണം കേട്ടോ. ഒക്കെ നമുക്ക് പിന്നെ ഞാൻ കൂടിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും കാണൂല്ല. മാണെന്ന് വെച്ചെങ്കിൽ കയറി എടുക്കും ചേച്ചാൽ അങ്ങനെ ആട്ടി. പിന്നെ പറ്റ നാശമായ കുപ്പികളൊക്കെ ഞാൻ ഒരു ചാക്കിലാക്കി വെച്ചിരിക്കണം കേട്ടോ. നമ്മളെ പയ്യതാര് വരികയാണെങ്കിൽ കൊടുക്കാം. 10 ഉറുപ്പ്യ കിട്ടിയാൽ അതായില്ലേ. അപ്പം 10 ഉറുപ്പ്യ കിട്ടിയാൽ മക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാമല്ലോ. അത് എഴുതിക്കാണ്ട് ഞാൻ പാത്ത് വെച്ചിരിക്കണേ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാണ്ടിയതൊക്കെ പിന്നെ വേറൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്താട്ടണം, പിന്നെ എടുത്തങ്ങനെ വെക്കണം. ഇപ്പം എന്താണെന്നറിയാം, നമ്മൾ അടുക്കള പെയിൻ്റ് അടിച്ചോട് കൂടി നമ്മളെ ഒരു ചെറിയൊരു കാസറോൾ ഉണ്ടായിന്. അതിൻ്റെ മൂടിപ്പോൾ ജമ്മത്ത് തിരഞ്ഞിട്ടാണ് കാണാനില്ല. എവിടെയാണ് പോയത് എന്നൊരു പുടിയാടുമില്ല. തിരയേണ്ടടുത്തൊക്കെ തിരഞ്ഞ് കാണാൻ തന്നെ അല്ല. അതിപ്പോൾ ഇനി എവിടെയാണ് പോയത് എന്ന് നമുക്ക് പറയാൻ പുടിയാടില്ല തന്നെയാണ്. അപ്പോൾ അതിന് വല്ലാത്തൊരു ഈസലായി ഇങ്ങനെ കുത്തിർക്കാണ്. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആവഞ്ഞ്. ഇനി ഒക്കെ തട്ടിക്കൊട്ടി ഇതാക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെ ക്ലാസ്സൊക്കെ ഉണ്ടായിന് കേട്ടോ മോറാന് നമ്മൾ അവിടെ കവുത്തിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മോറുമ്പോൾ എല്ലാം മോറിയേക്കും. അതേ പറഞ്ഞ മാതിരി കുറേ സ്പൂണുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എത്തിന് അത്രയും തോന്നെ സ്പൂൺ. ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ നമ്മളെ തറവാട്ട് പേരെ ആയതുകൊണ്ട് അന്നേ വാങ്ങി വെച്ച സ്പൂണാൾ കയ്യിലാൾ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ നനച്ചുള്ളിയാണ് കജിനോട് കൂടി നമ്മളെ മൈലാഞ്ചി ഒക്കെ പോകും. ആ ചൊറുക്കാണ് പോകും ഇപ്പം. ഇനിയിപ്പോൾ നമുക്ക് ഇനിയും ഇടല്ലേ ഈ നനച്ചുള്ളിയൊക്കെ കജ്ജട്ടെ ഇഞ്ഞിട്ട് മാണിടാൻ. ഇപ്പം ഇട്ടിട്ട് കാര്യമല്ല, ഇനിയും ഇതേമാതിരിക്ക് തന്നെ പോകും. അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ ഇനിയും മൈലാഞ്ചി ഇടാം. ഇപ്പോൾ 8 ചേലായി നോക്കുമ്പോഴേ ഇപ്പം മൈലാഞ്ചി ഇടാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ്. അപ്പോൾ ഇതാക്കണേ നമ്മളെ പത്തിരിപ്പാലയും കൂടിയുണ്ട് മോറി വെക്കണം. മോറി വെച്ചാലും ഇനിയും നമ്മൾ പൈമെന്ന് എടുക്കുകയൊക്കെ ചെയ്യിച്ചോ. അത് എഴുതിക്കാണ്ട് നമ്മൾ മോറാതെ വെക്കാൻ പറ്റില്ല. അതും കൂടി വെക്കാണ്ട് മോറി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഒരു പലകയുണ്ട്, ആ പലകയും കൂടി നമുക്ക് മോറണം. ആദ്യം ഇതിമലേനിട്ടോ നമ്മൾ ചപ്പാത്തിയോ പത്തിരിയൊക്കെ പരത്തിനിയത്. ഇപ്പോഴാണ് ഇങ്ങനത്തെ കല്ല് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എഴുത്തുപെട്ടി ഉണ്ട് കാലുമപ്പെട്ടി ഉണ്ട് എന്നൊക്കെ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. കാണിച്ചു തരും ഇൻഷാ അല്ലാ. പിന്നെ നമ്മളെ പ്രസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കേക്ക് എടുത്തുക്കണേ. ഇനി നമുക്ക് നമ്മളെ അടുക്കളയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇനി നമ്മളെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പഞ്ചസാര അങ്ങനത്തെ ഇട്ടേക്കണ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ മോറാൻ. അല്ലാത്തതൊക്കെ മോറി നമ്മളെ അടുക്കളൻ്റെ റേക്കമ്മൾ കൗത്തി സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. ഇനി ബാക്കിയില്ലേ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കർട്ടനുകൾ തിരുമ്പാണ്ട് പുതപ്പ് വിരിപ്പ് തലക്കണിയറ കടക്ക വെയിലത്തിടണം. അതിൻ്റെ ഇടയിൽ മല്ലിയും മുളകും കേകി ഉണക്കണം. ഒക്കെ ഉണ്ട് പണി. മല്ലിയും മുളകും ഇൻഷാ അല്ലാ നാളെ തന്നെ നമുക്ക് ഉണക്കി വെക്കണം. പിന്നെ ഇപ്പം എന്താ പറയുക, ഈ മുളക് വറുത്ത് പൊടിച്ചാൽ നല്ല രസമാണ്. പക്ഷേങ്കിൽ വറുത്താണ്ടല്ലോ വറച്ചോനെ തുമ്മിയിട്ടും കുരച്ചിട്ടും നിൽക്കേണ്ടി വരില്ല. ഏതായാലും നോക്കട്ടെ, നമുക്കൊരു തട്ടൊക്കെ കെട്ടിക്കാണ്ടൊക്കെ വറുക്കാൻ പറ്റുകയാണെന്നുവെച്ചെങ്കിൽ വറുക്കണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമല്ലേ എന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ മക്കളുണ്ടാകുമ്പോൾ ഏതായാലും പറ്റൂല. ഇങ്ങനെ തുമ്പിയിട്ടേക്കൂല എത്ര മങ്ങളീ കാട്ടണത് വേറെ. അപ്പോൾ ഇനി ഏതായാലും നോക്കട്ടെ, കജ്ജും പോലെയൊക്കെ ഒന്ന് കാട്ടാം. പിന്നെ ഇതാക്കണേ നമ്മളെ വാഷിംഗ് മെഷീനും കൂടി ഒന്ന് തുടച്ചെടുത്താൽ നമ്മൾ അടുക്കളയിലത്തെ കഴിഞ്ഞു കേട്ടോ. ഇതും കൂടി ഉള്ളൂ, അതും കൂടിയും കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ വാഷിംഗ് മെഷീനിൻ്റെ ആ പൈപ്പ് ഉണ്ടല്ലോ അതവിടെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. അപ്പം അങ്ങനെ അതും കൂടി ഒന്ന് ഫിറ്റാക്കി കൊടുത്തേക്കണേ. അങ്ങനെ ഏതായാലും നമ്മളെ അടുക്കളയിലത്തെ ഒട്ടുമിക്ക പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം ഇല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇല്ലതൊക്കെ ഇനി അങ്ങനെ ഏതായാലും നമ്മളെ വാഷിംഗ് മെഷീനും തുടച്ച് പ്ലഗും ഒക്കെ തുടച്ച്
അങ്ങനെ അതൊക്കെ തുടച്ച് സെറ്റാക്കി പിന്നെ അതിൻ്റെ വയറൊക്കെ ഒന്ന് ഇതാക്കിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് കൂളിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ 1-2 മണി ആയിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ അതാ ചോറ് വെച്ചാണേ. ചോറ് വെച്ചാൽ മീനിൻ്റെ ചാറൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ കുറച്ച് ചാറ് തന്നെ ഉള്ളൂ. ഇത് നിങ്ങളോട് പറയുകയാണെങ്കിൽ എങ്ങനെ കത്തിച്ചിട്ടും കത്തല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച റബ്ബേ ഗ്യാസ് കഴിഞ്ഞു. ഞാൻ ഏതായാലും അപ്പം ഇപ്പം നിറച്ചിട്ടല്ലേ ഉള്ളൂ. അതിൽ തീപ്പെട്ടി ഒരിച്ച് കത്തിച്ചപ്പോൾ കത്തിയും ചെയ്തു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് കജ്ജാനും പറ്റുമോ. അപ്പോൾ അതാക്കണേ മീൻ ചാറ് കുറച്ച് ബാക്കിയുണ്ടേനി കേട്ടോ. അപ്പോൾ അത് തലേന്ന് വെച്ചതേനി. പിന്നെ രാവിലെ വെച്ച തലച്ചാറൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ്ട് തട്ടി ഒപ്പിച്ചിക്കാണ്ടാണ് വെച്ചാണ് എത്തിയത്. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതൊരു പാത്രത്തേക്ക് പാർന്ന് ഇതാക്കാനൊന്നുമില്ല എഴുതിയിട്ട് ഞാൻ എന്താട്ടി ആ ചോറ്റും പാത്രം ഒന്നായിട്ട് ആ ചട്ടിക്കാണ്ട് കൗത്തി ഇങ്ങോട്ട് കുഴച്ചാണ് വെച്ചാൽ മക്കളെ എന്തോരം രസമാണെന്ന് പറയാം. ഇങ്ങനെ ഈ മീൻ ചട്ടി അതേമാതിരി ഇറച്ചി കൊടുക്കാം അതൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി മീൻ പൊരിച്ച ചട്ടി അതിലൊക്കെ ചോറിട്ട് കണ്ടൊന്ന് വടിച്ച് നോക്കാണ്ട് എന്തോരം രസമാണെന്നറിയോ. പിന്നെ ഇങ്ങനെ തിന്നാൻ തോന്നും. അപ്പോൾ ഞാൻ ഏതായാലും അതിക്കിട്ട് കാണ്ട് വടിച്ചാണ് വേവിച്ചത് കേട്ടോ. ഇതിങ്ങനെ കണ്ടിട്ട് തന്നെ എൻ്റെ തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം പൊടി തന്നെ. പിന്നെ ഇപ്പം എന്താ ഇനി പറയാൻ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. കഴിഞ്ഞിക്കണ് വീഡിയോ കഴിഞ്ഞിക്കണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ സഹിച്ചണ്ട, ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ. അസ്സലാമു അലൈക്കും.